ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ ഇന്ന് ആര്യൻകുട്ടനെയും കൊണ്ട് കടൽ കാണാൻ പോവുകയാണ്. അവനോട് പറഞ്ഞപ്പോൾ തന്നെ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ബാഗൊക്കെ പിടിച്ച് റെഡിയായി ഇരിക്കുകയാണ് കേട്ടോ. കണ്ടോ അവൻ്റെ മുഖത്തുള്ള സന്തോഷം. അപ്പം നമ്മൾ അവനെയും കൊണ്ട് പോവുകയാണ്. അങ്ങനെ ഇറങ്ങാൻ നേരം ഹെൽമെറ്റ് പുറത്ത് വെച്ചപ്പോഴാണ് ആര്യന് അച്ഛൻ്റെ ഹെൽമെറ്റുമേ കളിക്കണമെന്ന് വാശി. അങ്ങനെ ഹെൽമെറ്റ് വെച്ചല്ലാണ്ട് നമുക്ക് പുറത്തു പോകാൻ പറ്റില്ലല്ലോ. ഹെൽമെറ്റാണല്ലോ നമ്മുടെ സേഫ്റ്റി. ഞങ്ങൾ ഈ ബൈക്കിൽ പോകുന്നതുകൊണ്ട് എപ്പോഴും രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചിട്ട് മാത്രമേ പോകാറുള്ളൂ. ആര്യന് പിന്നെ ഹെൽമെറ്റ് വെക്കേണ്ട പ്രായമായിട്ടില്ലല്ലോ. എന്തായാലും നമ്മളിതാ കടലിനടുത്തേക്ക് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൽ അധികം തിരക്കൊന്നുമില്ല. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ നല്ല തിരക്കുണ്ടാവാറുണ്ട്. പക്ഷേ ഇന്നെന്തോ തിരക്ക് കുറവാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് ആര്യൻ്റെ അച്ഛൻ അവനെ അടുത്ത് നടക്കുകയാണ് കേട്ടോ കടലിന് അടുത്തേക്ക്. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും കടൽ കാണാൻ ആഗ്രഹം തോന്നിയപ്പോൾ ഏട്ടൻ ഇതേപോലെ കൊടുന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ യാത്ര ഞങ്ങൾക്ക് സ്പെഷ്യലാണ്. കാരണം ആര്യനുണ്ടായിട്ട് അവനോടൊത്തുള്ള യാത്ര അത് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമായിരുന്നു. അവനിപ്പോൾ ഇത് 8ാം മാസമാണ്. അവനെ കൊണ്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ കടൽ കാണാൻ വരുന്നത്. വരുന്ന വഴിക്കെല്ലാം ആര്യൻ ബൈക്കിലിരുന്ന് നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. കടൽ കണ്ടപ്പോഴും അവന് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഒരേ നോട്ടമായിരുന്നു കടലിലേക്ക്. തിര വരുന്നുണ്ടായിരുന്നു, പോകുന്നുണ്ടായിരുന്നു. അവന് കടൽ കണ്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിരുന്നില്ല. ആര്യനൊന്ന് എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടി ഏട്ടൻ പലതും ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. അവൻ അപ്പോഴും ഉറക്കക്ഷീണം തന്നെയായിരുന്നു. ആര്യനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി ഞാനൊന്ന് കടലിലേക്ക് ഇറങ്ങി. വന്നു കഴിഞ്ഞാൽ കാല് നനയ്ക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു തിര വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. കാലൊന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് ആ തിര വന്നു, എൻ്റെ കാല് നനച്ച് തന്നു. ഈ സമയമൊക്കെ ആര്യൻ അവൻ്റെ അച്ഛൻ്റെ ഒക്കത്തിരിക്കുക തന്നെയാണ് കേട്ടോ. ഞാൻ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ച് കുറച്ച് നേരം തിരകളോട് കുശലാന്വേഷണം പറഞ്ഞ അവിടെ നിന്നു. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ആര്യനെ ഒന്ന് വെള്ളത്തിലിറക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. അധികം ദൂരേക്കൊന്നല്ല കേട്ടോ, നമ്മുടെ കരയിലിരുന്ന് തന്നെ ആര്യൻ്റെ കാലൊന്ന് നനയ്ക്കാനാണ് അവൻ്റെ അച്ഛൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തിരമാല വന്ന് അവൻ്റെ കാലൊന്ന് നനയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അവനും ഏതാണ്ട് അതേ പ്രതീക്ഷയിൽ തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും തിര വരുന്നുണ്ട്. അവൻ്റെ കാല് നനയുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ആര്യൻ്റെ കാലിൽ ആദ്യത്തെ തിരമാല തട്ടിയിരിക്കുന്നു. എന്തായാലും കാലിൽ വെള്ളം തട്ടിയപ്പോൾ തന്നെ അവൻ്റെ അച്ഛൻ അവനെ എടുത്തിട്ടുണ്ട് കേട്ടോ.
ആര്യൻ്റെ കാലൊക്കെ നനച്ചതിന് ശേഷം ഞാൻ അവന് കുറച്ച് നേരം എടുത്ത് കടലിൽ കുറച്ച് നേരം കളിച്ച് നിന്നു. തിരിച്ചു പോകേണ്ട സമയം ആയി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ തിരിച്ചു പോരാൻ സമയമായപ്പോൾ ദാ ആശാന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി കേട്ടോ കടൽ കാണാൻ. എന്തായാലും കാഴ്ചകളൊക്കെ കണ്ടു തീർത്തതിന് ശേഷം തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എന്തായാലും ആര്യൻ്റെ ആദ്യത്തെ കടൽ കാണൽ ദിവസം നല്ലൊരു ദിവസമായി തന്നെ അവസാനിച്ചു. എല്ലാവർക്കും നന്ദി. താങ്ക് യു.